അതെങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാ പറയാ? ബാലമാമൻ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ആന്റി അത് മനസ്സിലാക്കി ശ്രേയോട് സംസാരിക്കുമായിരുന്നു. ദേഷ്യപ്പെട്ട് പറഞ്ഞതുകൊണ്ട് അവരും ഇനി അതുപോലെ തന്നെ ശ്രേയോട് പറയും. അവൾക്ക് നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം കൂടുകയും ചെയ്യും. ആ, വെറുപ്പും വൈരാഗ്യം കൂടട്ടെ, എനിക്കെന്താ? അതിനൊന്നും ഭയപ്പെടുന്ന ആളല്ല ഞാൻ. എന്റെ മോന്റെ ജീവന് അവള് കാരണം ആപത്തുണ്ടായത്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മിണ്ടായിരിക്കണം. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാറുണ്ട്. മാഡം, ദിലീപേ, ഭയങ്കര തലവേദന. ആകാശിനോടെ ഒരു സ്ട്രോങ് കോഫി വാങ്ങി വരാൻ പറ. ആകാശ് സാറിനോടോ? അല്ലാതെ പിന്നെ ആരോടാ? വേറെ ആരാ ഇവിടെ ഉള്ളത്? എന്താ തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം, ഞാൻ പറയാം. എന്നാ ചെല്ല്. ഓക്കെ മാഡം. സാർ കോഫി? എനിക്ക് വേണ്ട, താൻ കുടിച്ചോ. അതല്ല സാർ, കോഫി വാങ്ങാനായിട്ട്. താൻ പോയി വാങ്ങിച്ചോ, എന്നോട് ചോദിക്കുന്ന എന്തിനാ? അല്ല, ശ്രേയ മാഡത്തിന് തലവേദന, കോഫി വാങ്ങാൻ പറഞ്ഞു. എടോ, തന്നോട് പറഞ്ഞില്ലേ പോയി വാങ്ങിച്ചോളാൻ? അതിന് എന്റെ പെർമിഷൻ വേണോ? സാർ, എന്നോടല്ല, സാറിനോടാ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞേ. എന്നോടോ? അതെ സാർ. ഞാനെന്താ പിയൂണോ കോഫി വാങ്ങിച്ചോണ്ട് വരാൻ? സാർ, പിയൂണും മറ്റാരും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും സാറിനോട് വാങ്ങാൻ പറഞ്ഞേ. അപ്പൊ താനില്ലേ? അതിന് ഞാനും പിയൂണല്ലല്ലോ സാർ. മാഡം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു. പറ്റിയില്ലെങ്കിൽ മാഡത്തോട് നേരിട്ട് പറഞ്ഞു. ഇതായിരിക്കുന്നു. അപ്പേട്ടാ, ഒരു സ്ട്രോങ് കോഫി പാഴ്സൽ. എന്താ സാറേ പാഴ്സല്? സാറ് കുടിക്കുന്നില്ലേ? ഞാൻ കുടിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചൂടായ സാറേ, കോഫി ഇപ്പൊ തരാം. ഓ, സാറേ, കോഫി റെഡി. മീറ്റിംഗ് ഹാളിൽ ഇരുന്നപ്പോ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഉറക്കമല്ലേ ഓമനക്കുട്ട സാറിന്റെ ആശ്വാസം? അത് ഞാൻ കണ്ടായിരുന്നു. എന്താന്നറിയില്ല, വീട്ടിൽ നിന്ന് മാറി എവിടെ ചെന്നാലും എനിക്ക് ഉറക്കം കിട്ടും. ഇതാ ഇപ്പൊ തന്നെ ഉറക്കം വന്നു തുടങ്ങി. മേഡം കാണണ്ട, പിന്നെ ഉറക്കം ആലോചിക്കുമ്പോഴേ മേഡത്തിന് മുഖമായിരിക്കും ഓർമ്മ വരുന്നത്. വാ വാ വാ, പെട്ടെന്ന് തുടങ്ങാം. ആകാശ് സാർ വന്നല്ലോ. ആ, എല്ലാരും എത്തിയോ?
ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളു ആകാശേ. ഇതെന്താ ഒരു ഫ്ലാസ്ക് ഒക്കെ ആയിട്ട്? മാഡത്തിന് തലവേദന സ്ട്രോങ് ആയിട്ടൊരു കോഫിയാ. അയ്യോ സാറേ, ഞാൻ വാങ്ങുമായിരുന്നല്ലോ. അതിന് താനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. മേഡം പറഞ്ഞിട്ടാണോ ആകാശ് സർ കോഫി വാങ്ങാൻ പോയത്? ആ അതെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഈഗോ ഒന്നും വേണ്ട. ഒരാൾക്ക് തലവേദന എന്ന് പറയുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? വേറെ ആർക്കാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് എന്താ ഓമനക്കുട്ട സാറേ, ശ്രേയ മാഡം ആകാശിന്റെ സുപ്പീരിയർ മാത്രമല്ലല്ലോ, ചേട്ടത്തെയും കൂടിയല്ലേ? ഓ ഇനി എന്നേക്ക് സാറേ, ഞാൻ കൊണ്ട് കൊടുത്തോളാം.